HOD ആയിരുന്നു. മാം എൻ്റെ ലൈഫിലെ എല്ലാ ജേണിയും, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നെ കുറച്ചുകൂടി വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ലൈഫിലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ മൂവ്മെൻറ്റ്സും കണ്ടിട്ടുള്ളൊരു ആളാണ്. ലൈവായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി എന്നെ എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്ത് ഞാൻ ഒന്ന് ഡൗൺ ആകുമ്പോൾ ഒന്ന് തന്നെ ഒരു എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്. ഞങ്ങൾ തമ്മിൽ ആക്ച്വലി എനിക്ക് 7-8 വർഷത്തെ പരിചയമുണ്ട്. ആരതി അവിടെ നെഹ്റു കോളേജിൽ കോയമ്പത്തൂർ പഠിക്കാൻ വന്നപ്പം തൊട്ട് എനിക്കറിയാം. ഫ്രീക്വന്റ് കോൺടാക്ട്സ് ഇല്ലെങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാറുണ്ട്. ആരതിയുടെ ആ സ്നേഹവും ആ റെസ്പെക്റ്റും കാരണമാണ് മാത്രമാണ് ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത്രയും വർഷം കഴിഞ്ഞ് ഞാൻ കാണുന്നത് നേരിട്ട് ഇവിടെ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വരികയില്ല. കാരണം ഇപ്പോഴും ആ റെസ്പെക്റ്റും സ്നേഹവും ആരതി എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. സാഹചര്യങ്ങളിലും ഒരു കൺഫ്യൂസ് ആയ സമയത്തൊക്കെ എനിക്ക് ചിലപ്പോൾ മെസ്സേജ് അയക്കും. അപ്പോഴൊക്കെ ഞാൻ പറയുന്നില്ല, നീ ധൈര്യമായിട്ട് ചെയ്യണം, യു ക്യാൻ ഡു എന്ന് പറഞ്ഞിട്ട് ഞാൻ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ എനിക്ക് 2 മണിക്ക് അങ്ങോട്ട് എവിടെയാണ് എന്തെടുക്കാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പാഴ്സൽ അയക്കാൻ പോകുന്നു. അപ്പം ശരിക്കും ഫീൽ ചെയ്തു. അപ്പോൾ അച്ഛനുണ്ട്, എന്നാലും അല്ല അച്ഛനെ ഉറങ്ങുക, ഞാൻ തന്നെ പോവുക, അത്രയും രാത്രിയിൽ അച്ഛനെ കൂടെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ രാത്രി ഏർലി മോർണിംഗ് പോലും അവൾ ഈ വർക്ക് ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ആരതി. കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് വീട് വിട്ട് നിൽക്കുന്ന കാരണം കൊണ്ട് അവിടെ നിൽക്കാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല. മന്ത്ലി വൺസ് വന്ന് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാ വീക്കെൻഡും വയറുവേദന, നെഞ്ചുവേദന, തലവേദന, മാമിൻ്റെ നിന്ന് സൈൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ആ കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതിൽ HODൻ്റെ സൈൻ മേടിക്കണം, ക്ലാസ് ടീച്ചറിൻ്റെ സൈൻ ചെയ്യാൻ മേടിക്കണം, ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് സൈൻ മേടിക്കണം. അവർക്ക് നമുക്ക് തോന്നിപ്പോകും നമുക്ക് പോയി വേണ്ട പുറത്തേക്കുന്നത്. അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലം. അപ്പം മാമിനാണെങ്കിൽ എൻ്റെ എല്ലാ കുരുത്തക്കേടും അറിയുന്ന ആളോ. മാം തന്നെ അറിയാം ഞാൻ പറയുന്നത് നോണയാണെന്ന്. എന്നിട്ട് മാം തന്നെ പറയും ഒന്ന് മാറ്റി പിടിക്കുക. അവസാനം അമ്മ ഐസിയില്ലാന്ന് പറഞ്ഞ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. എല്ലാ വീക്കെൻഡും നാട്ടിൽ. എനിക്ക് തോന്നുന്നു അവിടെ പഠിച്ചിട്ട് ഏറ്റവും കുറച്ച് ഇത് മാത്രമേ കോയമ്പത്തൂർ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഫുൾ ടൈം ഞാൻ വീട്ടിലായിരുന്നു. പക്ഷെ എനിക്ക് മാർക്കുണ്ടായിരുന്നു. എല്ലാ വീക്കിലും ആരുടെ വീട്ടിൽ പോകുമായിരുന്നു. ഞാൻ എന്തിനാ എല്ലാ വീക്കിലും പോകുന്നത്? കാരണം നമ്മൾ കൺഫ്യൂസ് ആവില്ല. എൻ്റെ ഹോസ്റ്റൽ ഇൻചാർജും കൂടെ ആയിരുന്നു ഞാൻ. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഹോം സിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവളെ ടോപ്പ് ലിസ്റ്റിലുണ്ടായിരുന്നു. അവള് ഐ തിങ്ക് ഷീ ഹാസ് ഡൺ ദ 2nd ഗ്രാജുവേഷൻ. 2 ഗ്രാജുവേഷൻ ആരംഭിച്ചു ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റേജിൽ കേട്ട് ഞാനാന്ന് തോന്നുന്നു ഒരു ക്രിസ്മസ്. അത് എന്തായാലും പറയണം. അതായത് ഇപ്പൊ ഞാൻ ആക്ടിങ് കൂടി ചെയ്ത കാരണം കൊണ്ട് പറയുന്നത്. കാരണം ഞാനൊരു ഓൺ സ്റ്റേജ് പെർഫോമർ അല്ല. എന്റെ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റാൻ നോക്കുന്നത് മാമാണ്. ക്രിസ്മസ് സെലിബ്രേഷനെ മേരിയായിട്ട് അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അഭിനയത്തിന്റെ മികവ് കണ്ടിട്ട് എന്നെ മാറ്റിയിട്ട് ഏജിലാവുമ്പോ മറ്റേ സ്റ്റേജിന്റെ സൈഡിൽ അത്രയും എന്നെ ഒന്നും ഉള്ളിൽ നിന്ന് എന്നെ പുറത്ത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ക്രിസ്മസിനും ഞാനായിരുന്നു. എനിക്ക് നമ്മളെ കാണുമ്പോൾ ഏജ് ലുക്കാണ്. അപ്പൊ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ആ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഫംഗ്ഷൻ വെക്കുകയും ചെയ്യുമായിരുന്നു. അതിൽ കോമഡി എന്താന്ന് ചോദിച്ചാൽ എല്ലാവരും വളരെ ക്രിസ്മസ് റിലേറ്റഡ് ഒരു ടാബ്ലോ പോലായിരുന്നു. പക്ഷെ എല്ലാവരും ചെരുപ്പിട്ടുകൊണ്ടാണ് സ്റ്റേജിൽ കയറിയത്. അത് മാത്രമല്ല കോളേജ് ക്ലാസ്സിൽ ഇരിക്കാനുള്ള മടി കാരണം കൊണ്ട് എല്ലാ വർഷം ഇവര് എന്നെ ഫോട്ടോഷൂട്ട് വെച്ച് എന്റെ കോളേജിൽ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ. അമ്മ പറയും കോളേജിൽ കണ്ടുവെച്ചാൽ സാറൊക്കെ എനിക്കൊന്ന് സാറിനൊക്കെ വിളിച്ചിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. എല്ലാവരുടെയും ബ്ലെസ്സിങ് ഉണ്ട്. നിന്റെ നല്ല മനസ്സ്, നീ എല്ലാവരോടും ഇടപെടുന്ന രീതി എപ്പോഴും നമ്മൾ അതാണ് കീപ്പ് ഇറ്റ്. യു ഹാവ് ടു ബി ഡൗൺ ടു എർത്ത്. ഓക്കെ സർ, എത്ര പേരുകൾ ചെന്നാലും നമ്മൾ ഭൂമിയിലാണ് ഇരിക്കുന്നതെന്നുള്ള വിശ്വാസം. അത് മതി. ബാക്കി നമ്മൾ ദൈവം ഉയർത്തിക്കൊള്ളു. ഓക്കെ ഓക്കെ.